പ്രൈസ് ലോർഡ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവ് യേശുക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാവട്ടെ. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളെ തരുന്ന, ലാവണ്യം തരുന്ന നമ്മുടെ കർത്താവിന് തരികിലെത്തുന്ന എല്ലാവർക്കും ആ ലാവണ്യവും സ്നേഹവും തരുമ്പോൾ നിങ്ങളെ ജീവിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. നന്മയിലൂടെ നന്മകളാക്കി മാറ്റുകയാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവരെല്ലാവരും ഓടി വരുന്നത്. ആ അരികിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, സമാധാനം നമുക്ക് എവിടെയും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഒപ്പം ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ട്. എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസ് 10:2-3 വാക്യാണ്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അന്വേഷിപ്പിൻ. പോകുവിൻ, ചെന്നാക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് മുമ്പിൽ ഈ വചനം ഞാൻ നിങ്ങൾക്ക് ഏത് തരത്തിലാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. സ്തോത്രം. ഹല്ലേലൂയ. കൊയ്ത്ത് വളരെയുണ്ട്, അതെ, സത്യം. ആ കൊയ്ത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവത്തിൻ്റെ നന്മയിലാക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയിലൂടെ നടക്കുവാൻ ദൈവം പറഞ്ഞതാണ് ആ കാര്യം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പോൾ വേലക്കാരോ ദൈവത്തിൻ്റെ നാമം അറിയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. നമ്മളെ തന്നിഷ്ടവും നമ്മളെ തന്നെ കുഴിച്ച് നമ്മളെ തന്നെ വീഴാതിരിക്കാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക്, അതെ, ദൈവത്തിൻ്റെ സത്യത്തിനെ എല്ലാവരും കാണിച്ച് ജീവിച്ച് കൊടുക്കുവാൻ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മൾ കൂട്ടമായി ഒരുമിച്ചിരുന്ന് നമുക്ക് ആ സത്യത്തിന് മുന്നിരിക്കാനുള്ള ഹൃദയം ഇരിക്കുവാനാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെന്നായിക്കൊണ്ട് നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളായി മാറുമ്പോൾ അവിടെ ദൈവം തരുന്ന കുഞ്ഞാടുകൾ, അവർക്ക് എന്തില്ല, കള്ളയില്ല, ചതിയില്ല, ആരെയും പറ്റിക്കാനുള്ള ഹൃദയമല്ല, ഒന്നിനോട് നമുക്ക് ആരെയും പറ്റിക്കാനുള്ള വാക്കുകൾ കൊടുക്കാനല്ല, അവരെ നന്മകളിലാക്കി മാറ്റുവാൻ ദൈവം തരുന്ന ആ സ്നേഹത്തിൻ്റെ കൊയ്ത്ത് എല്ലാവർക്കും എത്തുവാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. അവിടെ സ്വാർത്ഥത വിട്ട് നമ്മളെ താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴെന്ത് വേണം, നമ്മുടെ സ്വന്തം സ്വാർത്ഥതയും ചിന്ത കൊണ്ട് കുഴിച്ച കുഴിയിലേക്ക്. അപ്പം നമ്മൾ പറയും ദൈവമില്ല എന്ന്. ദൈവത്തിന് അനുസരിക്കാത്ത മക്കൾക്ക് ദൈവത്തിന് എവിടെ കാണാനാ? നമ്മളാണ് ദൈവമായി നടക്കുന്നതും നമ്മൾ ദൈവമായി നടത്തുന്നതും നമ്മളാണല്ലോ. നമുക്ക് ശ്വാസം തന്ന ദൈവത്തിനെ മറന്നിട്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടുകളായി മാറ്റുവാൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ പറ്റുള്ളൂ. ആ കുഞ്ഞാടുകൾ പോലെ നമുക്ക് എവിടെയും നടക്കുവാൻ ദൈവം തരുന്ന അനുഗ്രഹവും ദൈവത്തിൻ്റെ വേല, സത്യത്തിൻ്റെ വേല അത് കൊടുക്കുവാനും ഓരോരുത്തരെയും നാശകരമായി നിന്ന് നമ്മളെ ആ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റി ദൈവത്തിൻ്റെ സ്ഥിരമായ ഒരു ഗമനത്തിലാക്കി അവർക്ക് വേണ്ടതെല്ലാം നല്ലത് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾ